എനിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഹെമി ഫേഷ്യൽ സ്പാസമായിരുന്നു. ഒരു സൈഡ് അങ്ങ് കൂടിയിട്ട് ഈ ഒരു ഫസ്റ്റ് ഈ റൈറ്റ് ഐ അങ്ങ് അടയുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഡിപ്രസ്ഡായിട്ട് ഞാൻ സ്കൂളിൽ പോലും പോകണ്ട എന്ന് പോലും വിചാരിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ലെഫ്റ്റ് ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറയുന്നത് മുഖത്തിൻ്റെ ഒരു സൈഡിൽ ട്വിച്ചിങ് ഉണ്ടാവുകയും കണ്ണ് കുഞ്ഞതാവുകയും അതുപോലെ തന്നെ ഫേസിൻ്റെ താഴ്വശം ഇങ്ങനെ ട്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കണ്ടീഷനാണ്. എൻ്റെ പേര് രമാദേവി. ഞാൻ ഒരു റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതാണ്. എനിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഹെമി ഫേഷ്യൽ സ്പാസമായിരുന്നു. 2006 മുതൽ തുടങ്ങിയതാണ്. ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയി ബോട്ടിലിന് ഇഞ്ചക്ഷൻ എടുത്ത് അതിൽ ആദ്യമൊക്കെ എനിക്കൊരു 8 മാസമൊക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുമായിരുന്നു. പക്ഷെ അത് എടുത്തു കഴിയുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് വെള്ളമൊക്കെ വായിലൊഴിച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടി പോരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 3 ആഴ്ച കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ തന്നെ ലാസ്റ്റിലൊക്കെ ആയപ്പോഴത്തേക്കൊരു 30% പോലും കിട്ടാതായി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെ ഈ ബോട്ടിലിന് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊറോണ കാലമായപ്പോൾ എനിക്കതിന് പോകാൻ പറ്റാതെ വന്നപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഓഫ് മെഡിക്കൽ സയൻസിൽ ഡോക്ടർ പ്രീതി വി വർഗീസിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞ് ഞാനിവിടെ വന്നു. ഡോക്ടറുമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം വന്നപ്പോൾ തന്നെ എനിക്ക് വളരെ കോൺഫിഡൻസോടാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞത്, ഇത് ആൻറ്റി ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണ്ട 10 ദിവസം എൻ്റെ മരുന്നൊന്ന് കഴിച്ച് നോക്കി കുറയുകയാണെങ്കിൽ. അപ്പോൾ 10 ദിവസം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാകുന്ന വെച്ചാൽ എൻ്റെ അസുഖം എന്ന് പറയുന്നത് ഹെമിഫേഷ്യൽ സ്പാസം പറഞ്ഞാൽ ഒരു സൈഡ് അങ്ങ് കൂടിയിട്ട് ഈ ഒരു ഫസ്റ്റ് ഈ റൈറ്റ് ഐ അങ്ങ് അടയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു സൈഡ് കൂടി ഞാൻ ഈ 2006 മുതൽ ഇങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരെ അഭിമുഖീകരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു ഡിപ്രസ്ഡായിട്ട് ഞാൻ സ്കൂളിൽ പോലും പോകണ്ട എന്ന് പോലും വിചാരിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എന്തായാലും 2018 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതുവരെയും ഏതായാലും പോയി അങ്ങനെ എൻ്റെ സർവീസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയെങ്കിലും എനിക്ക് 2020 ഞാൻ ഡോക്ടറുമായിട്ട് പരിചയപ്പെടുന്നത്. ഡോക്ടറുടെ മെഡിസിൻ ഞാൻ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് എടുക്കുന്നു. ആ 10 ദിവസം കൊണ്ട് എനിക്ക് നല്ല വേരിയേഷനാണ് ഉണ്ടായത്. ഇപ്പോൾ എനിക്ക് ഒരു ശകലം പോലും എനിക്ക് ശ്വാസത്തെക്കുറിച്ച് എനിക്ക് ചിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്ക് ചിരിയേ ഉള്ളൂ എന്ന് തന്നെ പറയാം. അത്രമാത്രം എനിക്ക് ബെനിഫിറ്റാണ് എനിക്കിവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ ഒരു ദൈവത്തെ പോലെയാണ് ഞാനിപ്പോൾ കാണുന്നത്. അത്രമാത്രം എനിക്ക് പറയാനുണ്ട്. പിന്നെ എനിക്ക് ആരെ കണ്ടാലും ഞാൻ പറയാം, എന്നെ ചോദിച്ചാൽ പോലും ഞാൻ പറയും ടീച്ചർ ഇത് എങ്ങനെ മാറി എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഡോക്ടറുടെ പേരാണ്. എനിക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഇല്ല ഡോക്ടർ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അത്രമാത്രം എനിക്ക് ഒന്ന് വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പകുതി ആശ്വാസമാണ്. ഇപ്പോൾ ഞാൻ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല മാറ്റമുണ്ട്. തന്നെയല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനൂടെ ഇപ്പോൾ മറ്റേ പുറത്തോട്ട് ഇറങ്ങാൻ പോലും എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പറ്റി മുഖത്തിന് എന്ത് പറ്റി, എന്താ ഇങ്ങനെ കൂടുന്നത്, ഇങ്ങനെ ഓരോരുത്തരോടും നമുക്ക് മറുപടി പറയാൻ തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് തന്നെ വേണം പറയാൻ. ഒട്ടുമില്ല. ഇപ്പോൾ ഒരു 4 വർഷമായി ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. നല്ല വ്യത്യാസം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ല പരിപൂർണമായിട്ട് 100% എനിക്ക് അതിനകത്തിൽ സാറ്റിസ്ഫൈഡാണ്. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേക്കിൻ്റെ ഒരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്, ഹോം ബേക്കിംഗ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും എനിക്ക് നന്നായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യാനും കഴിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇപ്പം വീട്ടിലാണെങ്കിലും എല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ യങ്ങായെന്ന് എനിക്കൊരു തോന്നലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും എൻ്റെ ഡോക്ടറും. ഞാൻ ഡോക്ടർ പ്രീതി വി വർഗീസ്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലെഫ്റ്റ് ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറഞ്ഞ ഒരു രോഗത്തെക്കുറിച്ചാണ്. ഈ പറയുന്ന പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്നത് ലെഫ്റ്റ് ഹെമിഫേഷ്യൽ സ്പാസം കൊണ്ടാണ്. ലെഫ്റ്റ് ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറയുന്നത് മുഖത്തിൻ്റെ ഒരു സൈഡിൽ ട്വിച്ചിങ് ഉണ്ടാവുകയും കണ്ണ് കുഞ്ഞതാവുകയും അതുപോലെ തന്നെ ഫേസിൻ്റെ താഴ്വശം ഇങ്ങനെ ട്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കണ്ടീഷനാണ്. സാധാരണഗതിയിൽ അത് എന്തെങ്കിലും ഒരു വാസ്കുലർ കംപ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഇഡിയോപ്പത്തിക് റീസൺ കൊണ്ടോ ട്യൂമർ കൊണ്ടോ ബെൽസ് പാൽസി കൊണ്ടോ ഒക്കെയാണ് സാധാരണ ട്രോമ കൊണ്ടോ ഒക്കെയാണ് ഇത് സംഭവിക്കാറുള്ളത്. ആൻറ്റിയിൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുകയും ഇഡിയോപ്പത്തിക് ആണ് അതിൻ്റെ കോസ് എന്ന് കാണുകയും നമ്മൾ ചെയ്തു.
ഇതേ രോഗമായിട്ട് മറ്റ് അനവധി ഹോസ്പിറ്റലിൽ ആൻറ്റി പോവുകയും വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുകയും ബോട്ടോക്സ് ഇഞ്ചക്ഷൻ വരെയും എടുത്ത കണ്ടീഷനാണ്. എന്നാൽ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടും കോമ്പിനേഷൻ മെഡിസിൻസ് ഉപയോഗിച്ചും നമ്മളത് പൂർണ്ണമായും ഹെമിഫേഷ്യൽ സ്പാസത്തിനെ കൺട്രോളിൽ വെക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായി ആൻറ്റി എൻ്റെ പേഷ്യൻ്റാണ്, ട്രീറ്റ്മെൻറ്റിലാണ്. ആൻറ്റിക്ക് ബോട്ടോക്സിൻ്റെ ആവശ്യം വന്നില്ല. കോമ്പിനേഷൻ മെഡിസിൻ കൊണ്ട് തന്നെ അത് നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. ടെൻഷൻ വരുമ്പോഴും ആൻസൈറ്റി, സ്ട്രെസ്സ് ഇതൊക്കെ വരുമ്പോൾ ഹെമിഫേഷ്യൽ സ്പാസം സാധാരണഗതിയിൽ കൂടാറുണ്ട്. അപ്പം കഴിവതും നമ്മൾ സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ ഒഴിവാക്കി വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്ന് മുടങ്ങരുത്. വിദഗ്ധ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് റെഗുലറായിട്ട് എടുക്കുകയും ചെയ്താൽ അത് നമ്മൾക്ക് കൺട്രോളിൽ വെക്കാവുന്നതേ ഉള്ളൂ.